ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് നിലവിലെ ജേതാക്കളായ PSG ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 19ാമത്തെ മിനിറ്റിലൂടെ ഫെറാൻ ടോറസ് ബാഴ്സലോണക്ക് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. പക്ഷേ 38ാമത്തെ മിനിറ്റിൽ മായുലു PSG വേണ്ടി സമനില ഗോൾ നേടിക്കൊടുത്തു. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഗോൺസാലോ റാമോസിന്റെ ഗോൾ പിറക്കുകയായിരുന്നു. അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു റാമോസിന്റെ ഗോൾ പിറന്നത്. ഇതോടുകൂടിയാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ ബാഴ്സലോണ മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് PSG മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലൊക്കെ PSG ഒരു സർവാധിപത്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അർഹിച്ച ഒരു വിജയം തന്നെയാണ് PSG സ്വന്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യം ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് PSG ആയിരുന്നു ഞങ്ങളെക്കാൾ മുന്നിട്ട് നിന്നത്. PSG വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ബാഴ്സലോണ പിറകിലാണ്, അർഹിച്ച ഒരു വിജയമാണ് അവർ സ്വന്തമാക്കിയത് എന്നൊക്കെയാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: PSG നല്ലൊരു ഫിലോസഫിയുണ്ട്, നല്ല കിടിലൻ യുവതാരങ്ങളുമുണ്ട്, നല്ല നീക്കങ്ങളും വേഗതയുമുള്ള ഒരു പിടി താരങ്ങൾ ഇവർക്കുണ്ട്. സ്പേസുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഈ താരങ്ങൾക്ക് കൃത്യമായി അറിയാം. 1-on-1 നന്നായി കളിക്കുന്നു. PSG ആണ് ഞങ്ങളെക്കാൾ മികച്ചു നിന്നത് എന്നത് എനിക്ക് സൈഡ് ലൈനിൽ നിന്നപ്പോൾ തന്നെ മനസ്സിലായി. അവർ അർഹിച്ച വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. PSG എന്ന ടീമിന്റെ നിലവാരത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ പിറകിലാണ്. ഇതാണ് മത്സരശേഷം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സുപ്രധാന താരങ്ങൾ ഇല്ലാതെയാണ് ഇന്നലത്തെ മത്സരത്തിൽ PSG കളിച്ചിട്ടുള്ളത്. അതായത് ജാവോ നെവസ്, ഡെംബെലെ, അതുപോലെ തന്നെ ഡെസിയെ ഡുവെ, മാർക്കിഞ്ഞോസ് തുടങ്ങി, അതുപോലെ തന്നെ ക്വാരഷ്കേലെ തുടങ്ങിയ പല സുപ്രധാന താരങ്ങളും PSG നിരയിൽ ഇല്ലായിരുന്നു. അതേസമയം ബാഴ്സലോണയുടെ നിരയിലേക്ക് വരുമ്പോൾ ജോയൻ ഗാർഷ്യ, റാഫീഞ്ഞ തുടങ്ങിയ സുപ്രധാന താരങ്ങളുടെ അഭാവം അവർക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.